വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോയിൽ സ്ട്രിങ് യൂസ് ചെയ്തിട്ടുള്ള 3 എക്സാമ്പിൾ പ്രോഗ്രാംസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ 3 എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു കൗണ്ട് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ഗിവൺ സ്ട്രിങ് എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ലോജിക് ഒന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്ത സ്ട്രിങ് ഹലോ എന്നുള്ളൊരു സ്ട്രിങ് ആണെന്ന് കരുതുക. അപ്പോൾ ഹലോ എന്നുള്ള സ്ട്രിങ് അതിൻ്റെ മെമ്മറി റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ മെമ്മറി ലൊക്കേഷനും ഓരോ ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ HELLO. നിങ്ങൾക്കറിയാം ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ലാസ്റ്റ് ഒരു നൾ ക്യാരക്ടർ ഉണ്ടായിരിക്കും, ഒരു /0 എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അതിൻ്റെ എൻഡ് എത്തിയെന്ന് സൂചിപ്പിക്കാൻ. ഇനി ഇതിനകത്ത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം അറയുടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 1 2 3 4 5. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് വേണ്ടത് ഈ എക്സ്ക്ലൂഡിങ് /0 ആണ്. അപ്പോൾ 1 2 3 4 5 ക്യാരക്ടേഴ്സാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്യുക. കൗണ്ട് ഈക്വൽ ടു 0 ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് ഓരോ ഐട്രേഷനിലും നമ്മൾ ഈ ലൊക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു അറയുടെ പേര് നിങ്ങൾ എസ് ആണെന്ന് കരുതുക. സോ എസ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ H ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു /0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് എൻ്റെ എത്തിയൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ അത് /0 അല്ല. /0 അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതായത് ഇത് 1 ആക്കുക. ഓക്കെ, ഇനി അടുത്ത ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എസ് ഓഫ് 1th പൊസിഷനിൽ പോയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു /0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുമല്ല, അപ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, കൗണ്ട് 2 ആക്കുക. ദെൻ ഇതുപോലെ തന്നെ എസ് ഓഫ് 2 ഈക്വൽസ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക, /0 ആണോ ചെക്ക് ചെയ്യുക. അതുമല്ല, അപ്പോൾ എന്ത് ചെയ്യുക, കൗണ്ട് ഇത് മാറ്റിയിട്ട് 3 ആക്കുക. അങ്ങനെ ലാസ്റ്റ് പൊസിഷൻ വരെ പോവുക. അപ്പോൾ ലാസ്റ്റ് പൊസിഷൻ എത്തിയോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ എസ് ഓഫ് 0 ഈക്വൽസ് /0 ആയിട്ടുണ്ടാകും ലാസ്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ കൗണ്ടിനകത്ത് എന്താണോ ലാസ്റ്റ് വാല്യൂ ഉള്ളത് ആ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ള പ്രോഗ്രാം ലോജിക്. So our first question is to count the number of characters in a given string. അതായത് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്യണം. ഓൾറെഡി സ്ട്രിങ്ങിനകത്ത് strlen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രിങ്ങിനകത്ത് വരുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മളൊരു മാനുവലി അത് കാൽക്കുലേറ്റ് ചെയ്യണം, മാനുവലി നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരു ക്യാരക്ടർ അറേയാണ് വേണ്ടത്. തൽക്കാലം നമുക്കതിനെ എസ് എന്ന് പേരിടാം. നമുക്ക് തൽക്കാലം ഒരു 20 ലൊക്കേഷൻസ് ഉള്ള ഒരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി കൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൗണ്ട് എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അത് നമ്മൾ തൽക്കാലം 0 ആക്കിയിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ദെൻ ഐ എന്നുള്ളൊരു വേരിയബിൾ, അതായത് അറയുടെ ഓരോ പൊസിഷൻ നമുക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകണം, ലാസ്റ്റ് /0 വരെ എത്തണം. സോ ഐ എന്നുള്ളൊരു വേരിയബിളും യൂസ് ചെയ്യാം. ഇനി യൂസറോട് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കാം. സോ printf enter the string. സോ നോർമലി യൂസർ ആ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യും. scanf സ്ട്രിങ് റീഡ് ചെയ്യാൻ നിങ്ങൾ %s ആണ് യൂസ് ചെയ്യുക. %s, ആമ്പർസാൻഡ് യൂസ് ചെയ്യരുത്. സിംപ്ലി ഇങ്ങനെ കൊടുത്താൽ മതി. കാരണം ഇവിടെ ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ് എന്നുള്ളത് ഒരു അറയാണ്, ക്യാരക്ടർ അറയാണ്. അപ്പോൾ അറയുടെ പേര് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പേര് മാത്രം പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആമ്പർസാൻഡ് യൂസ് ചെയ്യേണ്ട. ഒരു അറയുടെ പേര് മാത്രം പറയാമെന്ന് അതിന് മീനിങ് എന്താ വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പോയിന്ററിൻ്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്ട്രിങ് റീഡ് ചെയ്യാൻ പറ്റും scanf %s യൂസ് ചെയ്തിട്ട്. ഇനി നിങ്ങളൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ സ്ട്രിങ്ങിനെ ഓരോ ലൊക്കേഷനിലും ഐട്രേറ്റ് ചെയ്യണം. ഫോർ i ഈക്വൽ ടു 0 മുതൽ നമുക്ക് എൻഡ് ക്യാരക്ടർ എത്തിയോ എന്ന് ചെക്ക് ചെയ്യണം. സോ നിങ്ങൾക്കറിയാം ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു /0 ആണ് നൾ ക്യാരക്ടർ.
/0 എത്തുന്നത് വരെ ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യണം. i++ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എൻഡ് ക്യാരക്ടർ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, കൗണ്ട് ++ ചെയ്യുക. എന്നിട്ട് ഈ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ആ കൗണ്ടിനകത്ത് എന്താണോ ഉള്ളത് അത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് %d, കൗണ്ടാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇതാണ് പ്രോഗ്രാം. നമ്മളിവിടെ സെമിക്കോളൻ ഇടാൻ വിട്ടു പോയിട്ടുണ്ട്. ഇതാണ് പ്രോഗ്രാം. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ സ്ട്രിങ്, നമുക്ക് ഹലോ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇവിടെ നിങ്ങൾക്ക് സ്കാനഫിന് പകരമായിട്ട് തൽക്കാലം ഈ സ്കാനഫ് കമൻറ്റ് ചെയ്ത് കളയാം. ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റസ്, ഒരു സ്ട്രിങ് ഗെറ്റ് ചെയ്യാൻ, കീബോർഡിൽ നിന്ന് ഗെറ്റ് ചെയ്യാൻ. സോ ഗെറ്റസ് ഓഫ് എസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രിങ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്കാനഫ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രിങ് റീഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് റീഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഹലോ സ്പേസ് വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ മാത്രമേ റീഡ് ആവുള്ളൂ. പക്ഷെ നിങ്ങൾ ഗെറ്റസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പേസും റീഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദിസ് സ്പേസ് 11 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നമ്മളെ ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു കൗണ്ട് ദി ഒക്കറൻസ് ഓഫ് എ ഗിവൺ ക്യാരക്ടർ ഇൻ എ സ്ട്രിങ് ഓൾസോ പ്രിന്റ് ഇറ്റ്സ് പൊസിഷൻസ്. അതായത് നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടായിരിക്കും. ആ സ്ട്രിങ്ങിനകത്ത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഏതൊക്കെ പൊസിഷനിൽ ഒക്കർ ചെയ്യേണ്ടെന്നുള്ളതും അതുപോലെ നമ്പർ ഓഫ് ഒക്കറൻസസും ആണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു ഹലോ എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക. അത് മെമ്മറിയിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹലോ ലാസ്റ്റ് ക്യാരക്ടർ ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും. നമുക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ L ആണെന്ന് കരുതുക. അത് നമ്മൾ CH എന്നുള്ളൊരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ നമ്മുടെ സ്ട്രിങ് S എന്നുള്ള ഒരു അറേക്കകത്തുണ്ടെന്ന് കരുതുക. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക്ക്, ഈ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 ലാസ്റ്റ് ഇൻഡെക്സ് 5 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇവിടെ 5 ആണ്. അതായത് H E L L O അങ്ങനെ 5 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് strlen എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് സിയിൽ. strlen ഫോർ എക്സാമ്പിൾ strlen ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ വിൽ റിട്ടേൺ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദാറ്റ് സ്ട്രിങ്. ഇതിനകത്ത് 5 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക്ക് ഫോർ I =0 മുതൽ ആ ലെങ്ത്ത് -1 വരെ പോവുക. കാരണം 5 ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 മുതൽ 4 വരെ പോയാൽ മതി. ഓക്കെ, സോ I =0 മുതൽ ആ ലെങ്ത്ത് -1 വരെ പോവുക. എന്നിട്ട് ഓരോ ഐട്രേഷനിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ പൊസിഷനിലുള്ള ഓരോ ക്യാരക്ടറും വിച്ച് ഈസ് ഈക്വൽസ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടറാണോ എന്ന് ചെക്ക് ചെയ്യുക. സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ CH എന്നുള്ള വേരിയബിളിനകത്തുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഒക്കറൻസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഒരു കൗണ്ട് എന്നുള്ളൊരു വേരിയബിളും കൂടി കൊടുക്കുക. അപ്പോൾ ഇനീഷ്യലി C =0 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. സോ C++ ചെയ്യുക. എന്നിട്ട് ലൂപ്പ് വീണ്ടും ഐട്രേറ്റ് ചെയ്യുക. അങ്ങനെ ലെങ്ത്ത് -1 വരെ പോവുക. ഓരോ പൊസിഷനിൽ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രിന്റ് ചെയ്യുക. അതായത് ഇന്ന പൊസിഷനിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എലമെൻറ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പൊസിഷനും പ്രിന്റ് ചെയ്യുക. അതായത് I എന്നുള്ള ഇൻഡെക്സ് +1 പ്രിന്റ് ചെയ്താൽ മതി. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക്ക്. അപ്പം ഇനി ഇതിൻ്റെ പ്രോഗ്രാം നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന് ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എത്ര ടൈംസ് ഒക്കർ ചെയ്യേണ്ടതെന്നുള്ളത് കൗണ്ട് ചെയ്യണം. അതേപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിലാണ് അത് ആ ഒരു ക്യാരക്ടർ ഉള്ളതെന്ന് നമുക്ക് സെർച്ച് ചെയ്യും വേണം. ഫോർ എക്സാമ്പിൾ ഹലോ എന്നുള്ളൊരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ L എന്നുള്ളൊരു ക്യാരക്ടർ കൊടുത്താൽ ആ L എന്നുള്ളത് എത്ര ടൈംസ് അതിനകത്ത് ഒക്കർ ചെയ്യേണ്ടതെന്നുള്ളത് കൗണ്ട് ചെയ്യും വേണം. അതേപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിലാണ് ആ L എന്നുള്ള ക്യാരക്ടർ വന്നിട്ടുള്ളത് പ്രിന്റ് ചെയ്യും വേണം. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് എസ് എന്ന് തന്നെ കൊടുക്കാം പേര്. 20 ലൊക്കേഷനിലുള്ള മെമ്മറി ലൊക്കേഷൻസ്. അതുപോലെ ഒരു CH എന്നുള്ളൊരു വേരിയബിൾ, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ CH എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം.
നമുക്ക് കൗണ്ട് പ്രിന്റ് ചെയ്യാൻ അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഒരു കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ എടുക്കാം. അതുപോലെ ഐട്രേറ്റ് ചെയ്യാൻ ഐ എന്നുള്ള ഒരു വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കുകയാണ്. സോ പ്രിന്റ് ഓഫ് എൻ്റർ ദ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഗെറ്റ്സ് ഓഫ് എസ്, അത് എസിനകത്തോട്ട് റീഡ് ചെയ്യണം. ഇനി ഏത് ക്യാരക്ടറാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അതും യൂസറിൽ നിന്ന് റീഡ് ചെയ്യാം. എൻ്റർ ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. സോ സ്കാൻഎഫ് %c ആണ്, ഒരു ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്, കോമ ആംപർസാൻഡ്, അത് എങ്ങോട്ട് റീഡ് ചെയ്യണം, CHലോട്ട് റീഡ് ചെയ്യണം. അപ്പോൾ ഒരു ക്യാരക്ടറും കിട്ടി. ഇനി നമുക്ക് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണണം. സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ നമുക്ക് സ്ട്രിങ്ങിനകത്ത് strlen എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ len എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. തൽക്കാലം ആ വേരിയബിൾ നമ്മുടെ ഡിക്ലെയർ ചെയ്യാം, len. സോ ദാറ്റ് len ഈക്വൽ ടു strlen. ഇതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. strlen എന്തിന്റെ ലെങ്ത് ആണ് കാണുന്നത്, എസ് എന്നുള്ള സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടി. ഇനി ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റ് ചെയ്യണം. സോ ഫോർ ഐ ഈക്വൽ ടു 0, ഐന് ഏതുവരെ പോകണം, ഐ ലെസ് ദാൻ സ്ട്രിങ് ലെങ്ത് വരെ പോകണം, i++. എല്ലാ പൊസിഷനിൽ പോയിട്ടും എന്ത് ചെയ്യണം, ആ പർട്ടിക്കുലർ ക്യാരക്ടർ ആണോ അല്ലേ എന്നുള്ളത് സെർച്ച് ചെയ്യണം. സോ സെർച്ച് ചെയ്യാൻ നമുക്ക് ഒരു ഈഫ് ലോജിക്ക് യൂസ് ചെയ്യാം. ഈഫ് എസ് ഓഫ് ഐ, ഇനീഷ്യലി ഐൻ്റെ വാല്യൂ 0 ആണ്. സോ 0th ഇൻഡെക്സിൽ, ആ സ്ട്രിങ് അറേയിൽ 0th പൊസിഷനിലുള്ള ക്യാരക്ടർ ഈക്വൽ ടു CH ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. കൗണ്ട് ++ ചെയ്യുക. സോ ഇനീഷ്യലി കൗണ്ട് ഈക്വൽ ടു 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. സോ കൗണ്ട് ++ ചെയ്യുക. ദെൻ ആ എലിമെന്റ് അവിടെ കാണുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ബ്ലോക്കിനുള്ളിലോട്ട് കടക്കുകയുള്ളൂ. സോ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു, എന്നിട്ട് പ്രിന്റ് ചെയ്യുക. ആ പൊസിഷനിൽ എലമെന്റ് കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം നമുക്ക്. സോ എലമെന്റ് ഫൗണ്ട് അറ്റ് %d, അതായത് ആ പൊസിഷനിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ഐ പ്രിന്റ് ചെയ്യാം. ഐ 0th ഇൻഡെക്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പൊസിഷനിൽ കണ്ടു കഴിഞ്ഞാൽ അത് 0 എന്നാവും പ്രിന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, i+1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ, ഫോർ എക്സാമ്പിൾ ഹലോയിൽ H ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ H 0th ഇൻഡെക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പൊസിഷൻ കാണിക്കാൻ 0+1, 1 പ്രിന്റ് ചെയ്യാൻ i+1 കൊടുക്കുക. അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും, ലെങ്ത് വരെ പോകും, അതായത് സ്ട്രിങ്ങിന്റെ എൻഡ് വരെ പോകും. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ കൗണ്ടിനകത്ത് നമ്പർ ഓഫ് ഒക്കറൻസസ് ഉണ്ടാവും. സോ പ്രിന്റ് ഓഫ് എലമെന്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ഫൗണ്ട് %d ടൈംസ്. %d എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. %d എന്നുള്ളത് കൗണ്ടിന്റെ വാല്യൂ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്തോ എറർ ഉണ്ട്. string.h strlen, നമുക്കിവിടെ string.h എന്നുള്ളൊരു ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഗെറ്റ് ഫംഗ്ഷൻ ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ l അല്ല len ആണ്. നമ്മൾ ഇവിടെ len എന്നുള്ള വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ len ആണ് യൂസ് ചെയ്യേണ്ടത്. ഓടിയം റൺ ചെയ്യാം. എൻ്റർ ദ സ്ട്രിങ് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ഹലോ വേൾഡ് എൻ്റർ അടിക്കാം. എൻ്റർ ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്, നമുക്ക് എൽ എന്നുള്ള ക്യാരക്ടറിനെ സെർച്ച് ചെയ്യാം. എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ എലമെന്റ് ഫൗണ്ട് അറ്റ് 3, എലമെന്റ് ഫൗണ്ട് അറ്റ് 4, എലമെന്റ് ഫൗണ്ട് അറ്റ് 10, അതായത് ആ പൊസിഷൻസ് ആണ് പറയുന്നത്. ദെൻ ക്യാരക്ടർ ഫൗണ്ട് 3 ടൈംസ്, എൽ എന്നുള്ളത് 3 ടൈംസ് ഫൈൻഡ് ചെയ്തെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഈ എലമെന്റ് ഫൗണ്ട് എന്നുള്ളതെല്ലാം ഒരേ ലൈനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതൊന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഒരു /n കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ഡിഫറെൻറ്റ് ലൈനിൽ വന്നോളും. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ ദ സ്ട്രിങ് ഹലോ വെൽക്കം.
എൻ്റർ അടിച്ചു. നമുക്ക് O എന്നുള്ള ക്യാരക്ടർ സെർച്ച് ചെയ്യാം. സോ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് 5, അതായത് 1 2 3 4 5 അഞ്ചാമത്തെ ഇൻഡെക്സിലുണ്ട്, അതുപോലെ 11ാമത്തെ ഇൻഡെക്സിലുണ്ട്. ദെൻ ക്യാരക്ടർ ഫൗണ്ട് 2 ടൈംസ്. ഇതാണ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ സ്ട്രിങ് ഈസ് പാലൻഡ്രോം ഓർ നോട്ട്. അതായത് ഒരു സ്ട്രിങ് പാലൻഡ്രോം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. അതായത് ആ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്ട്രിങ് തന്നെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് സ്ട്രിങ് ഈസ് പാലൻഡ്രോം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അമ്മ എന്നുള്ളൊരു സ്ട്രിങ് നോക്കിക്കഴിഞ്ഞാൽ അമ്മ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ക്യാരക്ടറാണ്, സെക്കൻഡ് ലാസ്റ്റും സെയിം ആണ്. സോ ദിസ് ഈസ് പാലൻഡ്രോം സ്ട്രിങ്. അതുപോലെ തന്നെ മലയാളം എന്നുള്ളതും പാലൻഡ്രോം ആണ്. ഇനി ഹലോ എന്നുള്ള സ്ട്രിങ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പാലൻഡ്രോം അല്ല, കാരണം ഇത് മാച്ചിങ് അല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക്ക്, നമ്മൾ ഫസ്റ്റ് ഒരു എസ് എന്നുള്ളൊരു അറേക്കകത്തോട്ട് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, 1 2 3. ഇവിടെ രണ്ട് വേരിയബിൾ യൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് ഐ എന്നുള്ളൊരു വേരിയബിൾ സ്റ്റാർട്ടിംഗ് നിന്ന് തുടങ്ങുക, അതുപോലെ തന്നെ ജെ എന്നുള്ളൊരു വേരിയബിൾ എൻഡിങ് നിന്ന് തുടങ്ങുക. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് strlen ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെങ്ത്ത് 4 കിട്ടുക. അതുപോലെ തന്നെ ഏതാണോ സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നിങ്ങൾ strlen ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ജെനെ സ്ട്രിങ്ങിൻ്റെ എൻഡിലോട്ട് എത്തിക്കണം. അതായത് ജെ എന്നുള്ളത് എൻഡ് പൊസിഷനിൽ എത്തിക്കണം. സോ നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് -1 ആയിരിക്കും ജെ. കാരണം ഇവിടെ ലെങ്ത്ത് 4 ആണെങ്കിൽ 3 ലാസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ ജെനെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ എൻഡ് ഇൻഡെക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഐനെ നമ്മൾ സ്റ്റാർട്ടിങ് മുതലും ഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് ഐ ഇവിടുന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും, ജെ ഇവിടുന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് വരും. അതാണ് ലോജിക്ക്. ഇനി നമ്മളൊരു ഫോറിനകത്ത് ഐയുടെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം, 0 to അതിൻ്റെ ലെങ്ത്ത് ബൈ 2 വരെ കമ്പയർ ചെയ്താൽ മതി. പകുതി എത്തുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പാലൻഡ്രോം ആണോ അല്ലേ എന്നുള്ളത്. സോ L/2 വരെയാണ് നമുക്ക് പോകേണ്ടത്. i = 0 മുതൽ L/2 വരെ പോകണം. ഇനി ഓരോ ഐട്രേഷനിലും നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അതായത് എസ് ഓഫ് ഐയും അതുപോലെ തന്നെ എസ് ഓഫ് ജെയും ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റാർട്ടിംഗ് ലെറ്ററും എൻഡിങ് ലെറ്ററും തമ്മിൽ കമ്പയർ ചെയ്യണം. അങ്ങനെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ കമ്പയർ ചെയ്യാം. എപ്പോഴെങ്കിലും നോട്ട് ഈക്വൽ ടു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാം. ഈ കണ്ടീഷനിൽ എപ്പോഴെങ്കിലും നോട്ട് ഈക്വൽ ടു വരികയാണെങ്കിൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണം. ഓരോ ഇറ്ററേഷനിൽ നമ്മൾ ജെയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യണം. ഐ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഐ 0 മുതൽ L/2 വരെയാണ് പോകുന്നത്. ജെയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് പോവുക. ഇനി ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈ ഐൻ്റെ വാല്യൂ L/2 എത്തിയോ എന്ന് ചെക്ക് ചെയ്യുക. L/2 എത്തിക്കണമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പാലൻഡ്രോം സ്ട്രിങ്. സോ പാലൻഡ്രോം. അല്ലാന്നുണ്ടെങ്കിൽ എൽസ് നോട്ട് പാലൻഡ്രോം. ഇതാണ് ലോജിക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ് പാലൻഡ്രോം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അതിന് ലോജിക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഒരു സ്ട്രിങ് അറേ ഡിക്ലെയർ ചെയ്യാം. ദെൻ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കീപ്പ് ചെയ്യാൻ നമുക്ക് LE എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ദെൻ ഐ എന്നുള്ളൊരു വേരിയബിൾ ഇൻഡെക്സ് വേരിയബിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോജിക്ക് പറഞ്ഞപ്പോൾ ഒരു വേരിയബിൾ ഐ സ്റ്റാർട്ടിംഗ് പൊസിഷൻ തൊട്ട് എൻഡിങ് പൊസിഷൻ വരെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോകും. വേറൊരു വേരിയബിൾ ഫോർ എക്സാമ്പിൾ ജെ എന്ത് ചെയ്യണം, ബാക്കിൽ നിന്ന് തിരിച്ചു വരണം. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്യും, സെക്കൻഡ് ക്യാരക്ടറും സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ലോജിക്ക്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് റീഡ് ചെയ്യാം. printf enter the string. getters ഫംഗ്ഷൻ യൂസ് ചെയ്യാം. getters s എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യണം.
ഇനി എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടണം. സോ len ഈക്വൽ ടു str len ഓഫ് എസ്. സോ len എന്നുള്ള വേരിയബിളിനകത്ത് ലെങ്ത് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫോർ i ഈക്വൽ ടു 0 i ലെസ് ദാൻ ആ ലെങ്ത്തിൻ്റെ ബൈ 2 വരെ പോയാൽ മതി, കാരണം ഫുൾ ലെങ്ത്തും ഐട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. i പ്ലസ് പ്ലസ് നമ്മൾ ലോജിക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഒരു കണ്ടീഷൻ കൊടുക്കുക, ഇഫ് എസ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു എസ് ഓഫ് ജെ. നമുക്ക് ജെ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. സോ ജെ ഈക്വൽ ടു len മൈനസ് 1. അതായത് ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹലോ എന്നുള്ള സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ len-അകത്ത് 5 ആണ് കിട്ടുക, len-അകത്ത് 5 ആണ് കിട്ടുക. സോ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 5 - 1, അതായത് 4 ആയിരിക്കും. കാരണം 0th ഇൻഡെക്സ് മുതലാണ് സ്ട്രിങ് അറേ സ്റ്റാർട്ട് ചെയ്യുക. സോ ലെങ്ത്ത് -1. സോ ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും ഈക്വൽ ആണ് ചെക്ക് ചെയ്യുക. ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ലൂപ്പിൽ നിന്ന് അപ്പോഴേ ബ്രേക്ക് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തത് ഐട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇറ്ററേഷൻ ചെയ്യണം. അതായത് i ഇൻക്രിമെൻ്റ് ചെയ്യണം, j ഡിക്രിമെൻ്റ് ചെയ്യണം. i ഇവിടെ ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്, അതായത് സെക്കൻഡ് പൊസിഷനിലോട്ട് പോകും. എഗെയിൻ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ എപ്പോഴാണ് എക്സിറ്റ് ആവുക, അതായത് ഐൻ്റെ വാല്യൂ ഈക്വൽ ടു ലെങ്ത് ബൈ 2 ആകുമ്പോഴാണ് ഇതിൽ നിന്ന് എക്സിറ്റ് ആവുക. ലെസ് ദാൻ ആകുമ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇഫ് i ഈക്വൽസ് len ബൈ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് പാലൻഡ്രോം ആണെന്ന് പറയാൻ പറ്റും. സോ printf ഇറ്റ് ഈസ് പാലൻഡ്രോം. അല്ലെങ്കിൽ എന്താണ്, എൽസ് printf നോട്ട് പാലൻഡ്രോം. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ സ്ട്രിങ് എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു ഹലോ എന്നുള്ളൊരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. നോട്ട് പാലൻഡ്രോം. ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മലയാളം എന്ന് കൊടുത്ത് നോക്കാം. മലയാളം പാലൻഡ്രോം ആയിട്ടുള്ളൊരു സ്ട്രിങ് ആണ് മലയാളം. സോ ഇറ്റ് ഈസ് പാലൻഡ്രോം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ. തൽക്കാലം ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ സ്ട്രിങ്ങിൻ്റെ എക്സാമ്പിൾസ് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊന്ന് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, സ്ട്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടർ അറേ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ്. ഓക്കെ, താങ്ക് യു.